സ്കൂളിൽ നിന്ന് 2 ദിവസം മുന്നേ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ അരി ഇപ്പോഴാണ് കിട്ടണതേ. അപ്പോൾ നോക്കുമ്പോൾ അതിലെന്തോ ഒരു ചാതി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് തുറന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം 4 കിലോ അരിയുള്ളൂ കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ 5 കിലോനാണ് കിട്ടിയിരുന്നത്. പിന്നെ എനിക്ക് 2 മക്കളുള്ളതുകൊണ്ട് രണ്ടാളും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് 8 കിലോ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിലേന്ന് വിളി കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഇത് കൂടെ സ്ഥിരം അവിൽ കൊണ്ടുപോകണം കേട്ടോ. നല്ല ഫ്രഷ് അവിൽ കിട്ടും. ആൾ മില്ലിൽ നിന്ന് അങ്ങനെ കുത്തിയെടുത്തിട്ട് അവിൽ അങ്ങനെ കൊണ്ടുപോയി 60 രൂപയ്ക്കൊക്കെ തന്നതാണ് കേട്ടോ. ഒരു പാത്രം നിറയെ ചട്ടി നിറച്ച് അവിലുണ്ടായിരുന്നേ. അതിന് ശേഷം രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശയ്ക്ക് കറി ഇന്ന് പയർ മുളപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഫുഡൊക്കെ അരി ഭക്ഷണമൊക്കെ വളരെ കുറവാണ്. ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ഷുഗർ കട്ടാണ്. ചായ പോലും കുടിക്കാറില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, രാവിലെ ചെറുതായിട്ടൊരു ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, കാര്യം പയറൊക്കെ ആകുമ്പോൾ ഗ്യാസ് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് മസാല ഇട്ടിട്ട് മുളപ്പിച്ച പയർ അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെച്ചു. ഒരു 3 വിസിൽ വരുമ്പോഴത്തേനും വേഗം ഓടിപ്പോയി കുളിച്ചിട്ട് വരാൻ വെച്ചിട്ട് തലയിൽ എണ്ണ തേച്ച് വേഗം പോയി കുളിക്കാനും പോയി വന്നപ്പോഴത്തേനും വിസിലൊക്കെ അടിച്ച് 3 വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഗരം മസാലയുടെയൊക്കെ സ്മെല്ല് വന്നിരുന്നു. പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പൊടി അത്യാവശ്യം കഴിക്കുന്ന ആൾ. അപ്പോൾ പനി പിടിച്ചതിന് ശേഷം അവനെന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മണം അടിച്ചപ്പോൾ തന്നെ വന്നിരുന്നു, അമ്മ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പയർ വേവിച്ചതും ദോശയാണ് മോനെ. അതിൻ്റെ വാഴക്കണയാണ് കേട്ടോ. ആരും കണ്ട് ഞെട്ടണ്ട. കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ ബ്രഷ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ഉപയോഗിക്കുന്നതാണ്. അതാകുമ്പോൾ ബ്രഷ് ഇങ്ങനെ ഞാൻ വാങ്ങിയ ബ്രഷൊക്കെ പൊട്ടിപ്പോരായിരുന്നു. പിന്നെ ഇത് മലപ്പുറത്തിൻ്റെ സ്പെഷ്യൽ ദോശയാണ്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പായിരുന്നു ഈ ദോശേനോട്. ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കി. സാധാരണ ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കലുള്ളത്. നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങിയതിന് ശേഷം അതാണ് ഉണ്ടാക്കലുള്ളത്. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പണി കഴിയുമല്ലോ വിചാരിച്ചിട്ട് ദോശയ്ക്കുള്ള മാവ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. വന്നതിന് ശേഷം കുളിച്ച് വന്നതിന് ശേഷമാണ് ഉണ്ടാക്കുകയും ചെയ്തത്. ഇത് വെറുതെ അരിപ്പൊടി കലക്കുക, ഉപ്പിടുക, കലക്കുക, വെറുതെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ ബബിൾസ് വരും. അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പാകമായിട്ടുണ്ടാവും കേട്ടോ. ഓട്ടം ഉണ്ടാവും. ഞാൻ മുന്നേ എപ്പോഴോ ഒരിക്കൽ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അവർ ഇന്നും എന്നെ കളിയാക്കുന്നത് അമ്മു ഓട്ടമുള്ള ദോശയാണ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പറയുക. അമ്മു ഓട്ടമുള്ള ദോശ ഉണ്ടാക്കുക. ഞാൻ എങ്ങനെ ദോശ ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ നോർമൽ ഉഴുന്ന് ദോശ ഉണ്ടാക്കിയാലും ഓട്ടം ഉണ്ടാകും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അതിൻ്റെ കൂടെ പയർ വേവിച്ചാലൊരു മസാലക്കറി പോലെ ഇച്ചിരി ഗ്രേവി ടൈപ്പായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. കുറച്ചധികം ഞാനാകെ 2 ദോശയെ കഴിച്ചുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഡയറ്റ് ആയതുകൊണ്ടേ എങ്ങനെയെങ്കിലും തടി കുറച്ചേ പറ്റുള്ളൂ. എനിക്ക്